19 divided by mass. What will be the mass of an electron? Aparna? 9.11 into 10 raised to minus 31 kg. 9.11 into 10 raised to minus 31 kg. 31 kg. It will come around. ഗുഡ് മോർണിംഗ് സർ. ഇവിടുത്തെ റൂൾസ് മാനേഴ്സ് ഒന്നും രോഹിത്തിന് ബാധകമല്ലേ? ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് മനഃപൂർവ്വം പെർമിഷൻ ചോദിക്കാറുന്നതാണോ അതോ വേണ്ടെന്ന് വെച്ചതാണോ? ഞാൻ വന്നപ്പോൾ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. എങ്ങനെ? ഞാൻ വന്നപ്പോഴേ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാൻ നേരത്തെ റെഡി ആയതാ. ബൈക്കിന് ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലം. അപ്പം അച്ഛൻ പറഞ്ഞു കോടതി പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാം. അച്ഛൻ ഇറങ്ങാൻ വൈകി, നാച്ചുറലി ഞാനും വൈകി. എൻട്രൻസിൻ്റെ റിസൾട്ട് വരുമ്പോൾ അച്ഛൻ വൈകി, നാച്ചുറലി ഞാൻ വൈകി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ദിസ് ഇസ് യുവർ തേർഡ് അറ്റംപ്റ്റ്, അത് മറക്കണ്ടേ. Now 5.46 into 10 raised to 5 meters per second. Got it? Yes, sir. All of you? Yes, sir. Okay, so we will go for the next. Oops. അപ്പം നീ തന്നെ തുടച്ചോ. ഞാനോ? തുടങ്ങാറില്ലേ? ഓക്കെ. സർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. എവിടെ പോകുന്നു? ഇവിടെ നിൽക്കും. ഇവിടെ നിന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കും. അപ്പോൾ പഠിക്കുന്ന വിഷയത്തിൽ ഒരു ഫോക്കസ് കിട്ടും കേട്ടോ. Now let us solve another problem to find out the kinetic energy of an ejected electron. Okay. Got it? Then what H stands for? What H stands for? ഹൈറ്റ് ആണോ സാർ? ഹൈറ്റ്. ഇവിടെ പോയിരിക്കും പോ. അല്ല വേണ്ട, ഇവിടെ നിന്നിട്ട് എനിക്ക് നല്ല ഫോക്കസ് കിട്ടുന്നു. ഇത്രയൊക്കെ ഫോക്കസ് കിട്ടിയാൽ മതി കേട്ടോ. അവിടെ പോയിരിക്കും പോ. അച്ഛൻ വന്നു കഴിഞ്ഞാലേ നിന്റെ ഒറ്റയ്ക്കുള്ള കറക്കൊക്കെ കഴിയും കേട്ടോ. അച്ഛൻ ചെറുപ്പത്തിൽ എങ്ങനെയാ? പാവായിരുന്നോ? പാവോ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിക്ക് കയ്യും കണക്കൂല. അത്രയ്ക്ക് നോട്ടിയിരുന്നോ? നോട്ടിയല്ല മോളെ, വാശി. എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അത് അപ്പം നടക്കണം. എന്നാ മര്യാദയ്ക്ക് പഠിക്കോ? അതുമില്ല. ടീച്ചറുടെ മകനാന്നുള്ള കൺസിഡറേഷൻ ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ, അവനതങ്ങ് മുതലാക്കും. ജസ്റ്റ് പാസ്സാ 10ല്. അതെല്ലാം വർക്ക്ഷോപ്പിൽ കൊണ്ടുണ്ടാക്കിയത്. എന്നാലും അമ്മേനെ അടിച്ചെടുക്കാനുള്ള മിടുക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപാര ഹ്യൂമർ സെൻസ് ആയിരുന്നു. അതിൽ വീണു പോയതല്ലേ നിന്റെ അമ്മ. വേഗം കഴിക്ക്, മുത്തശ്ശനും കൊണ്ടേ കൊടുക്ക്. പേഷ്യൻസ് തീരാൻ കാത്തിരുന്നാലേ കാപ്പി കുടിക്കലുണ്ടാവില്ല. നാവുതേട്ടെ, ഇനി കയ്യൊന്ന് പോക്കി പോരട്ടെ പോരട്ടെ. പാടാ ഡോക്ടർ. വലിച്ചു വാരി തിന്നരുത്. അറിവുള്ളവർ പറയണ കേട്ടിട്ടില്ലേ, ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ അത് മുഴുവനും അങ്ങോട്ട് കഴിക്കരുത്. ഇല്ല ഡോക്ടറെ, ആഹാരമൊക്കെ വളരെ കുറച്ച്. പിന്നെന്താ ഇത് ഇങ്ങനെ? കഷായം കൃത്യമായിട്ട് കഴിക്കുക, പഥ്യം തെറ്റിക്കരുത് കേട്ടാ. ഓ ഞാൻ ഇട്ട് തരണേ? വേണ്ട ഡോക്ടറെ. ആഹാ, ഇതിപ്പോ റിട്ടയർ ചെയ്തപ്പോഴാണല്ലോ മുത്തശ്ശനെ തിരക്ക് കൂടുതല്. പഴയ പരിചയം വെച്ചിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരോട് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? മുത്തശ്ശൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു ഈ നീറ്റും എൻട്രൻസും ഒക്കെ? ഏയ്, അന്നൊക്കെ ഫുൾ മെറിറ്റ് അല്ലേ. MBBS ചേരാനുള്ള മാർക്ക് ഉണ്ടായിട്ടും ഞാൻ എടുത്തത് ഇതാ. എനിക്ക് മടുത്തി ക്ലാസ്സും കോച്ചിങ്ങും. സത്യം പറഞ്ഞ എനിക്ക് ഡോക്ടറും ആവണ്ട കളക്ടറും ആവണ്ട. പക്ഷെ ബോബി എങ്കിലും വിടണ്ടേ? അമ്മയ്ക്ക് എടുക്കാൻ പറ്റാതായ എല്ലാ ഡിഗ്രി എന്നെ കൊണ്ട് എടുപ്പിക്കുന്ന അതൊന്ന്. ഡോക്ടറെ നമസ്കാരം. ആ, ഇതാര്? എന്താ തനിച്ച്? എനിക്കിപ്പോൾ ഡോക്ടറെ കാണാൻ വരാൻ കൂട്ടൊന്നും വേണ്ട. ആ സ്റ്റേജൊക്കെ മാറി. എല്ലാം ഡോക്ടറുടെ കൈപുണ്യമാണ്. ഇതാരാ? എൻ്റെ പേരക്കുട്ടിയാ. ആ കേട്ടോ മോളെ, മോളുടെ ഈ ഗ്രാൻഡ് ഫാദറെ ഒരു ജീനിയസാ. ഓ, എൻ്റെ മക്കൾ എന്നെ കൊണ്ടുപോയി ഏതെല്ലാം ഡോക്ടേഴ്സിനെ കാണിച്ചു, ഏതെല്ലാം ആശുപത്രി കൊണ്ടുപോയി. അവരാരും ചികിത്സിച്ചിട്ട് മാറാത്ത എൻ്റെ ഈ അസുഖം ഇദ്ദേഹം ഭേദമാക്കി. ഹീ സച്ച് എ ലെജൻഡ്. ഇപ്പോൾ ഉറക്കമൊക്കെ നല്ലോണം ഉണ്ടല്ലോ. പിന്നെ ഒരു കുഴപ്പമില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ തന്നെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ സൂക്കേട് നിശേഷം മാറി.
അതുകൊണ്ട് ഡോക്ടറെ നേരിട്ട് കണ്ട് ഒരു നന്ദി പറയണമെന്ന് തോന്നി, അതാ വന്നത്. കണ്ട, ഇതാണ് ഒരു ഡോക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. എന്നാ പിന്നെ ഡോക്ടറെ സമയം ഞാൻ കളയുന്നില്ല. ഓ, ഞങ്ങളെ പോലുള്ളവർക്ക് ആശ്വാസമാകുന്ന ഡോക്ടറെ ദൈവം രക്ഷിക്കട്ടെ. ആയിക്കോട്ടെ. ആ, പിന്നെ ഡോക്ടറെ വല്ലപ്പോഴുവേ ഓ. എന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചേ വിവരങ്ങളൊക്കെ അന്വേഷിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ടും വിളിക്കാലോ. അതെ, ഡോക്ടർ തിരക്കുള്ള ആളല്ലേ. ഞാൻ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല. ആ, എന്നാ പിന്നെ എന്റെ നമ്പർ നോട്ട് ചെയ്താട്ടെ. മോളെ, നീ നമ്പർ ഒന്ന് എഴുതിയെടുത്തേ. ആയിക്കോട്ടെ. 0091. ഓ, കൺട്രി കോഡൊക്കെ ഉണ്ടല്ലോ. 0091 98470 98470 32321 32321 4545 4545. 222 എന്താ പറഞ്ഞേ? 222 നീ എഴുത് 2222 4591 111 0000 4540 4715 151515 5257 ഇങ്ങോട്ട് വാ. സോറി ഡോക്ടർ, അമ്മയെ ഞങ്ങൾ കുറേ നേരമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുവോ. ജീനിയസ്. അച്ഛൻ വന്ന ഈ മുറിയിലാണോ കിടക്കുന്നത്? അച്ഛനല്ല, നീ. ഞാനോ? ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും കൂടി ഒരു മുറി കിടന്ന എന്താ കുഴപ്പം? നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്, അവരൊക്കെ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണോ കിടക്കുന്നതെന്ന്. ഇങ്ങനൊരു കുട്ടി. അമ്മ ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഈ അച്ഛൻ എന്തിനാ ഇപ്പൊ വരുന്നേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് എൻ്റെ അമ്മ മതി. എപ്പോഴും ഈ ഫ്രണ്ട്സ് കൂടുതലാണ് പ്രശ്നം. ഇപ്പം അങ്ങോട്ട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും അല്ലേ? കളിയാക്കും, ഉറപ്പായിട്ടും. ഇതിന് എനിക്കൊരു ഡെഡിക്കേഷൻ ഇപ്പോഴും നിന്റെ പറയാമല്ലോ. അവൻ്റെ അപ്പുറത്തേക്കുന്ന ചിക്കൻ കൊള്ളാലേ. ആ, നല്ല ഹെയർ. എടാ, ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ആ, ആണല്ലേ. എല്ലാവർക്കും എന്നെ മതി. അപ്പുറത്തെ ലേശം മണ്ടനാണല്ലേ.